പറഞ്ഞ പോലെ തന്നെ, അതായത് പടം ഇന്ത്യൻ 1-ന്റെ ഫാൻസ് ആയിട്ടുള്ള എല്ലാവരുമാണ് ഇന്ത്യൻ 2 പ്രത്യേകിച്ച് FDFS കാണാം. ഞാനും ഇന്ത്യൻ 1 എന്ന് പറയുന്നത് യൂട്യൂബിലും ടിവിയിലൊക്കെ നമ്മൾ കണ്ട് ഒരു സിനിമയോട് ഇന്ത്യൻ 1 കാണാൻ പറ്റാതിരുന്ന എല്ലാവർക്കും ഇന്ത്യൻ 2 എങ്കിലും കാണണം എന്നുള്ളതിലാണ് FDFS വന്നത്. കുഴപ്പമില്ല, പടത്തിന്റെ കൺസെപ്റ്റിനോട് നീതി പുലർത്തിയിരിക്കുന്നു. കാരണം കറപ്ഷൻ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്ന ഒരു ലീഡറുടെ കഥയാണ്, ഒരു ഉയർന്നു വരുന്ന ലീഡറുടെ കഥ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമ പൂർണ്ണമായിട്ടും ഒരു ഇപ്പോഴത്തെ റെലവൻ്റ് ആയിട്ടുള്ള സിനാരിയോ ഒക്കെ തുറന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ 3 എന്നൊരു സിനിമ വരാൻ പോകുന്നുണ്ടെന്നും കുറച്ച് ബ്രെത്ത് ടേക്കിംഗ് വിഷ്വൽസ് ഒക്കെ ഇന്ത്യൻ 3-ലാണ് കൂടുതൽ വരാൻ പോകുന്നതെന്ന് കാണിച്ചിട്ടുള്ള ഒരു ശങ്കറിന്റെ മേക്കിംഗ് കൊള്ളാം. ശങ്കറിന്റെ മേക്കിംഗ് കൊണ്ടാണ് സിനിമ പിടിച്ചിരിക്കുന്നത്. കാരണം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് വരുന്നുണ്ട്, പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചടുലമായ കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ 3 ഈസ് സംതിങ് മോർ ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ട് കുറച്ചുകൂടി നന്നായിട്ട് വരാൻ പോകുന്ന രീതിക്ക് ഇന്ത്യൻ 3-യുടെ ഒരു ട്രെയിലർ ലാസ്റ്റ് വരുന്നുണ്ട്. അതാണ് സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് മെയിനായിട്ട് ലാസ്റ്റ് തോന്നിയൊരു കാര്യം. പിന്നെ അയ്യോ, എയെ കുറിച്ചൊന്നും പറയാം. നെടുമുടി സാറ്, അതുപോലെ തന്നെ നെടുമുടി, അതുപോലെ മനോബാല, വിവേക്, അവരൊക്കെ സീൻസ് റിയലി ഷൂട്ട് ചെയ്ത പോലെ അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിട്ടുണ്ട്. VFX ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല, നല്ല രീതിക്കാണ് സിനിമ എടുത്തേക്കുന്നത്. പടം തിയേറ്റർ വാച്ച് പടമാണ് ഡെഫിനറ്റ്ലി. അതിനൊരു തിയേറ്റർ 1 ടൈം വാച്ചിനുള്ള എല്ലാ ഒരു പടം ഒരു വെർത്തർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു അപ്രിസിയേഷൻ ഉള്ള ഫിലിം മേക്കിംഗ് ഉണ്ട്. മൂവി ആക്ച്വലി നല്ലൊരു പടമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ 1-ന്റെ കൺസെപ്റ്റ് അറിയാം. സോ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയ ഇന്ത്യൻ 2 കാണാനായിട്ട് പുറപ്പെടേണ്ടതുള്ളൂ. വേറെ ഒന്നും പ്രതീക്ഷിക്കാൻ, ലൈക്ക് ആ ഒരു ഫൈറ്റിന്റെ, കറപ്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റിന്റെ കണ്ടിന്യൂഷൻ ഉള്ള രീതിക്ക് പടം കാണുകയാണെങ്കിൽ ബെറ്റർ. ഇന്ത്യൻ 1 ഇമോഷൻ ഒന്നും ഇല്ല പ്രത്യേകിച്ച്, എന്തൊക്കെയോ ഒന്ന് കാണിച്ച് പെട്ടെന്ന് പോകുന്നു. ഇന്ത്യൻ 1-നോട് നീതി പുലർത്താൻ കഴിയുന്നുണ്ടോ ഇന്ത്യൻ 2-ന്? ഇല്ല. അറിയില്ലല്ലോ ഇപ്പം എങ്ങനെയാ വരുന്നതെന്ന് അറിയില്ല.